പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ള വിശുദ്ധ വാരത്തിലെ വിശുദ്ധമായ ദിനങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഓശാന ഞായറാഴ്ചയുടെ എല്ലാ കൃപയും അനുഗ്രഹവും നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു. പരിശുദ്ധരായി ജീവിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈ ഓശാന ഞായറാഴ്ചയിലെ ദിവസത്തിലെ കുറച്ച് ചെറിയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായമാണ് ഇന്ന് നമ്മൾ പ്രത്യേകമായും ചിന്തയ്ക്ക് വിധേയമാക്കുന്നത്. ഒരു കഴുതക്കുട്ടിയെക്കുറിച്ച് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പ്രത്യേകമായിട്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. കർത്താവ് പെസഹയിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അതിൻ്റെ ഒരുക്കമായിട്ട് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എനിക്ക് എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് ചെല്ലുക, അവിടെ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നതായി കാണാം. ഒരു യാത്രയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് GPS സമ്പ്രദായം നമ്മൾ ഉപയോഗിക്കാറുണ്ട്, കറക്റ്റായിട്ട് ഡയറക്ഷൻ കിട്ടുന്നതിന് വേണ്ടി. കർത്താവിന് നമ്മെക്കുറിച്ചൊരു ധാരണ വളരെ വ്യക്തമായിട്ടുണ്ട്. നമ്മൾ എവിടെയാണ്, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, നമ്മൾ എന്താണ് ചെയ്യുന്നത്. ശിഷ്യന്മാർക്ക് കറക്റ്റായിട്ട് കർത്താവ് ഡയറക്ഷൻ കൊടുക്കുകയാണ്. അവിടെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു കഴുതയെ നിങ്ങൾ കാണും. ദൈവം അറിയുന്നുണ്ട് പ്രത്യേകമായിട്ടും നമ്മൾ എവിടെയാണെന്ന്. അത് നമുക്ക് വചനത്തിൽ കാണാനായിട്ട് സാധിക്കും. സക്കേയൂസിനെ പ്രത്യേകമായിട്ടും കർത്താവ് കടന്നു വരുമ്പോൾ ഇന്ന മരത്തിൽ വെച്ച്, സിക്കമൂർ മരത്തിൽ വെച്ച് കാണുമെന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ലേവി ചുങ്കം പിരിച്ചിരുന്ന സ്ഥലം കർത്താവിന് നിശ്ചയമുണ്ടായിരുന്നു. സമരിയക്കാരിയായ സ്ത്രീയെ അവൻ എവിടെ വെച്ച് കണ്ടെത്തണമെന്ന് അവനറിയാമായിരുന്നു. ഇതൊക്കെ കർത്താവിന് നമ്മെ എവിടെ വെച്ച് കണ്ടുമുട്ടണമെന്ന് വളരെ വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളെവിടെയായിരുന്നാലും കർത്താവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുത്താതെ ജീവിക്കണമെന്ന് നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്റെ തലയിലെ തലമുടി പോലും അവിടെ നിന്നിരിക്കും, അതൊരെണ്ണം നിലത്ത് വീഴുമ്പോൾ അവിടെ നിറയുന്നു എന്നാണ് പറയുക. അപ്പോൾ നമ്മുടെ തലമുടി പോലും എണ്ണിയിരിക്കുന്ന കർത്താവിൻ്റെ തിരുമുമ്പിൽ നമുക്ക് മറഞ്ഞിരിക്കാനായിട്ട് സാധ്യമല്ല. നിനക്ക് രഹസ്യ സങ്കേതങ്ങൾ ഒളിച്ചിരിക്കുവാൻ സാധിക്കുമോ? ഇല്ല. സർവ്വതും അറിയുന്നവൻ്റെ തിരുമുമ്പിൽ ഒന്നും ഒളിച്ചു വയ്ക്കുവാൻ സാധ്യമല്ലെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, അവിടെ ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ ഒരിക്കലും ആരും കയറിയിട്ടില്ലാത്തൊരു കഴുതക്കുട്ടിയെ കെട്ടിയിട്ടിരിക്കുന്നത് കാണും. ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടി. ഹൃദയത്തിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും ദൈവവചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെ ഞാൻ കടാക്ഷിക്കുമെന്ന് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ഹൃദയത്തിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കും, ദൈവവചനങ്ങൾ കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെ. പരിശുദ്ധിയും എളിമയും ദൈവം ആഗ്രഹിക്കുന്ന 2 പുണ്യങ്ങളാണ്. ഒരിക്കലും തിന്മയുടെ ആക്രമണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുവാൻ ഹൃദയത്തിൽ എളിമയും അനുതാപവും നമുക്കുണ്ടായിരിക്കണമെന്നും ഈ പുണ്യങ്ങൾ നമ്മളെ നയിക്കണം. പരിശുദ്ധിയോടുകൂടി നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യേശു ജനിക്കാൻ കന്യകയാണ് ദൈവം നിയോഗിക്കുന്നത്. യേശുവിൻ്റെ കല്ലറ എന്ന് പറയുന്നത് ആരും അന്നുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത കല്ലറയായിരുന്നു.
ജെറുസലേമിലേക്ക് യാത്രയ്ക്കായിട്ട് യേശു ഉപയോഗിച്ചത് ആരും അന്നുവരെ കയറിയിട്ടില്ലാത്ത കഴുതയായിരുന്നു. നമ്മളും ദൈവമല്ലാതെ മറ്റാരും കയറാൻ ഇടം കൊടുക്കരുത്. ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കുവാൻ സക്രിയാസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിനക്ക് ചുറ്റും വേലി കെട്ടി അവിടെ നിന്ന് സംരക്ഷിക്കും. ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കുന്ന ഒരു ശരീരമായിരിക്കണം, ഒരു ജീവിതമായിരിക്കണം നമ്മുടേത്. ആർത്തി കൊണ്ടോ അഹങ്കാരം കൊണ്ടോ ഒന്നും നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയരുതെന്ന് നമ്മെ പ്രത്യേകമായിട്ടും ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് ദൈവം വലിയ കാര്യങ്ങൾക്കായി നമ്മെ ഉപയോഗിക്കുക. കഴുത ഒരു വലിയ കാര്യത്തിനാണ് നിയോഗിച്ചത്. രക്ഷകൻ തന്നെ അവൻ്റെ പുറത്ത് കയറിയിരുന്ന് ആണ് യാത്ര ചെയ്യുക. അവന് കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തുനിന്ന് അഴിച്ചുകൊണ്ടുവരാനായിട്ടാണ് കർത്താവ് പറഞ്ഞത്. കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തുനിന്ന് കഴുതയെ അഴിച്ചുകൊണ്ടുവരും. പലയിടത്തും നമ്മളെ കെട്ടിയിട്ടിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. സമ്പത്ത്, ആർത്തി, വൈരാഗ്യം, വിദ്വേഷം ഒക്കെ. കൊളോസ്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 3-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം അസാന്മാർഗ, അശുദ്ധി, മനഃക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന, ദ്രവ്യാസക്തി ഇവയെല്ലാം നശിപ്പിച്ച് കളയണം. എങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആ കൃപ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഇതിൽ നിന്നെല്ലാം വിടുതൽ വാങ്ങിക്കണം. അതാണ് പറയുക, കെട്ടഴിച്ചു കൊണ്ടുവരണം. നമ്മളെ കെട്ടിയിട്ടിരിക്കുന്ന തിന്മയുടെ സാഹചര്യങ്ങൾ നമ്മളെ അഴിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കണം. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ 1-ാമത്തെ വാക്യത്തിലേക്ക് പറയുന്നുണ്ട്, നമ്മളെ വിളിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിലേക്കാണ്. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. അതുകൊണ്ട് നമ്മൾ സ്ഥിരതയോടെ നിൽക്കണമെന്നാണ് പറയുന്നത്. ആ കഴുതയെ അഴിക്കുന്നതിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്ഥിരതയോടുകൂടി നമ്മൾ നിൽക്കുവാനും ദൈവത്തിൻ്റെ കൃപാവരം നിറയുവാനും വേണ്ടിയിട്ടാണ്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവ് കഴുതപ്പുറത്ത് ഇരുന്നു കൊണ്ട് അവൻ 7-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, കഴുതക്കുട്ടിയെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അതിൻ്റെ പുറത്ത് വസ്ത്രങ്ങൾ വിരിച്ചു അവൻ കയറിയിരുന്നു. അവൻ കയറി വസിക്കുവാൻ തക്കവിധം വിശുദ്ധമായൊരു ഹൃദയത്തിൻ്റെ ഉടമകളും വിശുദ്ധമായ ശരീരത്തു കൂടിയുള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമകളുമായിട്ട് നമ്മൾ മാറണം. അവന് കടന്നു വരുവാൻ, നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാൻ, നമ്മുടെ മേൽ ആ സ്വാതന്ത്ര്യത്തോടുകൂടി നമ്മളെ നയിക്കുവാൻ നമുക്ക് കഴിയണം. എന്ന് പറഞ്ഞാൽ കഴുതക്കുട്ടി എങ്ങോട്ട് പോകണമെന്ന് നിയന്ത്രിക്കുന്നത് കർത്താവാണ്. അതുപോലെ നമ്മളെ നിയന്ത്രിക്കാനായിട്ട് വിട്ടുകൊടുക്കണം. അതിന് തനിയെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കാനുള്ള സാഹചര്യങ്ങളില്ല. അതുകൊണ്ട് അവൻ്റെ നിർദ്ദേശമനുസരിച്ച് ചലിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അവനെ അനുസരിക്കുവാനായിട്ട് തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ ആ കൃപാവരം നമ്മിലേക്ക് കടന്നു വരും. യെരുസലേമിൽ എത്തുമ്പോൾ കഴുത ചിലപ്പോൾ ധരിച്ചേക്കാം, സ്വീകരണമെല്ലാം തനിക്കാണ് ലഭിച്ചത്, ഓസാന വിളിയെല്ലാം തനിക്കാണ് എന്ന് കരുതിയേക്കാം. അങ്ങനെ കരുതിയാൽ ഒരു മടയത്തരമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിനെയാണ് മഹത്വപ്പെടുത്തേണ്ടത്. അവിടുത്തെ മഹത്വമാണ് വർണ്ണിക്കേണ്ടത്. എൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അനുസരിച്ചല്ല ഞാൻ പോകേണ്ടതെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ഓശാനയിൽ അവിടത്തേക്ക് വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കുന്ന, നമ്മളെ നയിക്കുന്ന, നമ്മളെ കെട്ടഴിച്ചു വിട്ട എളിമയും ഹൃദയത്തോടും കൂടി അവിടത്തെ സ്വീകരിച്ചുകൊണ്ട് മാസ്റ്ററിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ചലിക്കുന്ന വ്യക്തികളായി മാറുവാൻ ഈ ഓശാന തിരുനാൾ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.